safe at home. So today we are going to learn the letter E. ഏതൊക്കെ ആൽഫബറ്റ് നമ്മൾ പഠിച്ചു? ആൽഫബറ്റ് എ, ബി, സി, ഡി. ഇന്ന് പഠിക്കാൻ പോകുന്ന ആൽഫബറ്റ് ഇ. ദിസ് ഈസ് ഇ. എല്ലാവരും ഓർക്ക പറഞ്ഞേ, ഏത് ആൽഫബറ്റായത്? ആൽഫബറ്റ് ഇ. എൻ്റെ കയ്യിൽ കുറച്ച് പിക്ചർ ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ദേ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കൂ. ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? എലിഫാൻറ്റ്. ആനക്ക് എന്താ പറയാ? എലിഫാൻറ്റ്. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എലിഫാൻറ്റ്. All of you repeat with me. What is this? This is an elephant. What is the beginning letter of elephant? Letter E. എലിഫാൻറ്റിൻ്റെ ബിഗിനിങ് ലെറ്റർ എന്താണ്? ലെറ്റർ ഇ. എല്ലാവരും ഓർക്ക പറഞ്ഞേ, ഇ ഫോർ എലിഫാൻറ്റ്. ഇ ഫോർ എലിഫാൻറ്റ്. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞേ, E for elephant. Elephant starts with letter E. അടുത്ത പിക്ചർ നോക്കിക്കോളൂ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എഗ്. മുട്ടക്ക് എന്താ പറയുക? എഗ്. നിങ്ങളെല്ലാവരും എഗ്ഗ് കഴിക്കാറില്ലേ? സേ യെസ് ഓർ നോ? യെസ്. ഇഷ്ടമാണോ എല്ലാവർക്കും? എഗ്ഗ് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? സോ egg also starts with letter E. എഗ്ഗിൻ്റെ ബിഗിനിങ് ലെറ്റർ എന്താണ്? ഇ. ലെറ്റർ ഇ. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞേ, ഇ ഫോർ എഗ്. ഇ ഫോർ എഗ്. എഗ് ഓൾസോ സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ ഇ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഇ ഫോർ എഗ്. ഇനി അടുത്ത പിക്ചർ നോക്കാലോ. ഇതെന്താണ്? എൻജിൻ. നിങ്ങളെല്ലാവരും ട്രെയിനിൻ്റെ മുമ്പിൽ എൻജിൻ കണ്ടിട്ടുണ്ടോ? ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? അതാണ് എൻജിൻ, കേട്ടോ? എല്ലാവരും ഓർക്ക പറഞ്ഞേ. അപ്പം ഇതെന്താണ്? എൻജിൻ. വാട്ട് ഈസ് ദിസ്? ഓൾ ഓഫ് യു സേ ലൗഡ്ലി. വാട്ട് ഈസ് ദിസ്? എൻജിൻ. എൻജിൻ ഓൾസോ സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ ഇ. എൻജിൻ്റെ ബിഗിനിങ് ലെറ്റർ എന്താണ്? ലെറ്റർ ഇ. എല്ലാവരും ഓർക്ക പറഞ്ഞേ, ഇ ഫോർ എൻജിൻ. ഇ ഫോർ എൻജിൻ. എൻ്റെ കൂടെ പറഞ്ഞേ, ഇ ഫോർ എൻജിൻ. വാട്ട് ഈസ് ദ ബിഗിനിങ് ലെറ്റർ ഓഫ് എൻജിൻ? ലെറ്റർ ഇ. All of you repeat with me. What is the beginning letter of engine? Letter E. E for engine. E for engine. Okay, very good. ഇനി ഇതെന്താണ്? What is this? This is an envelope. നമ്മൾ ലെറ്ററൊക്കെ ഇടുന്ന കവറിനാണ് envelope എന്ന് പറയുന്നത്, കേട്ടോ? എന്താ പറയാ? എല്ലാവരും ഓർക്ക പറഞ്ഞേ, envelope. All of you repeat with me. What is this? Envelope. നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ ഒരു കവറിലിടില്ലേ, ആ കവറിനാണ് envelope എന്ന് പറയുന്നത്, കേട്ടോ? E for envelope. What is the beginning letter of envelope? Letter E. Envelope also starts with letter E. All of you repeat with me. E for envelope. E for envelope. എൻവലപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്ററും ഇ ആണ്, അല്ലേ? വാട്ട് ഈസ് ദ ബിഗിനിങ് ലെറ്റർ ഓഫ് എൻവലപ്പ്? ലെറ്റർ ഇ. എല്ലാവരും ഓർക്കെ പറഞ്ഞേ, വാട്ട് ഈസ് ദ ബിഗിനിങ് ലെറ്റർ ഓഫ് എൻവലപ്പ്? ലെറ്റർ ഇ. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത പിക്ചർ നോക്കാമല്ലോ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ വെജിറ്റബിൾ. ഏത് വെജിറ്റബിളാണ് ഇത്? ദിസ് ഈസ് എ എഗ് പ്ലാന്റ്. വാട്ട് ഈസ് ദിസ്? എവറി വൺ സേ ലൗഡ്ലി. വാട്ട് ഈസ് ദിസ്? This is a eggplant.
What is the color of eggplant? This is purple in color. എല്ലാവരും ഓർക്ക പറഞ്ഞേ, ഇതെന്താണ്? Eggplant. Eggplant also starts with letter E. E for eggplant. What is the beginning letter of eggplant? Letter E. Eggplantന്റെ beginning letter എന്താണ്? Letter E. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞേ, E for eggplant. ഒന്നും കൂടിയും പറഞ്ഞേ, E for eggplant. വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഈ വെച്ച് തുടങ്ങുന്ന സാധനത്തിൻ്റെ പേരൊക്കെ പഠിച്ചു അല്ലേ? ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? സേ യെസ് ഓർ നോ? യെസ്. ദേ അപ്പോൾ ഈ പിക്ചറിൽ നോക്കൂ. ഇവിടെയുള്ള സ്റ്റാറിൻ്റെ അകത്ത് ആൽഫബറ്റ് E തൊട്ട് കാണിച്ചു തരണേ. എവിടെയൊക്കെയാണ് ഉള്ളത്? ദേ ഇവിടെയുണ്ട്. പിന്നെ എവിടെയാ? ദേ ഇവിടെയുണ്ട്. പിന്നെ എവിടെയാ? ദേ ഇവിടെ. പിന്നെയോ? ഇവിടെയുണ്ട്. പിന്നെ ഇവിടെയുമുണ്ട്. എല്ലാവരും എളുപ്പത്തിൽ തൊട്ട് കാണിച്ചതല്ലോ. ഇനി വേറൊരു ഗെയിം കളിക്കാം. എല്ലാവരും റെഡിയല്ലേ? ലെറ്റർ E വെച്ച് തുടങ്ങുന്ന സാധനങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കാം. ഏതൊക്കെയാണ് ലെറ്റർ E വെച്ച് തുടങ്ങുന്നത്? എലിഫൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ E. നമ്മളിപ്പം പഠിച്ചതാണല്ലോ. മാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ ഏതാണ്? എഗ് സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ E. ഇവിടെയും ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ ഏതാണ്? എല്ലാവരും ഒന്ന് തൊട്ട് കാണിച്ചു തന്നെ. E for engine. പിന്നെ ഏതാണ്? envelope. ഇനി നമുക്ക് ലെറ്റർ E ഒന്ന് എഴുതി നോക്കാം. ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു സ്ലീപ്പിംഗ് ലൈൻ, മിഡിലായിട്ട് വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ ലാസ്റ്റിൽ വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഇതാണ് ലെറ്റർ E. എളുപ്പമല്ലേ എഴുതാനായിട്ട്? നമുക്കെന്നാ നോട്ട്ബുക്കിൽ എങ്ങനെ എഴുതണ്ടേ നോക്കാം. എല്ലാവരും ഇതേപോലെ എഴുതണേ. ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ, റെഡ് ലൈൻ ടച്ച് ചെയ്തിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ, ബ്ലൂ ലൈൻ ടച്ച് ചെയ്തിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ, വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഒന്നും കൂടി എഴുതി നോക്കിയാലോ? ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ റെഡ് ലൈൻ ടച്ച് ചെയ്തിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ ബ്ലൂ ലൈൻ ടച്ച് ചെയ്തിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെയും ഒരു ബ്ലൂ ലൈൻ ടച്ച് ചെയ്തിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കിയാലോ? ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ ഒരു സ്ലീപ്പിംഗ് ലൈൻ, വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെയും ഒരു സ്ലീപ്പിംഗ് ലൈൻ. എല്ലാവരും ഈ എഴുതാൻ പഠിച്ചല്ലോ. നിങ്ങളെ റഫ് ബുക്കിൽ ഇതേപോലെ എഴുതി പഠിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.